കാത്തിരിക്കുന്ന 4 പേരിൽ ഒന്നാമത്തെ മനുഷ്യൻ എൻ്റെ പ്രിയപ്പെട്ടവരെ സ്വാഇമീന ഫീ ശഹ്രി റമളാൻ, റമളാൻ മാസത്തിൽ നോമ്പ് പിടിച്ച മനുഷ്യൻ, വിശുദ്ധമായ റമളാൻ മാസത്തിൽ നോമ്പ് പിടിക്കുന്ന മനുഷ്യൻ. ആ നോമ്പ് പിടിക്കുന്ന മനുഷ്യൻ അള്ളാഹുവിൻ്റെ സ്വർഗം എനിക്ക് തരണമെന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ സ്വർഗം അവിടുന്ന് പടച്ചവനെ കാത്തിരിക്കുന്ന ഒന്നാമത്തെ മനുഷ്യനാരാണ്? പരിശുദ്ധമായ റമളാൻ മാസത്തിൽ നോമ്പ് പിടിക്കുന്ന മനുഷ്യനാണ്. പ്രഭാതം മുതൽ പ്രദോഷം വരെ അള്ളാഹുവിന് വേണ്ടി നോമ്പ് പിടിക്കുന്ന മനുഷ്യനുണ്ടല്ലോ. നമ്മളെല്ലാവരും നോമ്പ് പിടിച്ചവരാണ്, നമ്മളെല്ലാവരും നോമ്പ് പിടിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. പടച്ചവനെ, നോമ്പിൻ്റെ പ്രതിഫലം എന്താണെന്ന് നമുക്കറിയുമോ? നമ്മൾ പറയാറുണ്ട്, റയ്യാൻ എന്ന് പറയുന്ന വാതില്, അത് സ്വർഗത്തിൻ്റെ റയ്യാൻ എന്ന് പറയുന്ന വാതില് നോമ്പുകാരനുള്ളതാണ്. എല്ലാവരും പ്രതിഫലം പറയാറുണ്ടല്ലോ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഈ പട്ടിണി ഇരിക്കുന്നതിൻ്റെ മഹത്വം എന്താണ്? അതിൻ്റെ പ്രതിഫലം എന്താണ്? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉച്ച സമയം അടുക്കുകയാണ്. ഭക്ഷണം കഴിക്കാതെ ഇരുന്നിട്ട് ഈ നോമ്പുകാരൻ്റെ വായിൽ നിന്ന് ദുർഗന്ധമടിക്കുകയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് നാളെ സൂറെന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മൂതുമ്പോ ഖബറിനകത്ത് നിന്ന് ജനങ്ങൾ എഴുന്നേറ്റ് വരികയാണ്. പട്ടികയുടെ കോലത്തിൽ വരുന്നവർ, പന്നിയുടെ കോലത്തിൽ വരുന്നവർ, കഴുതയുടെ രൂപത്തിൽ വരുന്നവർ, പേപ്പട്ടിയെ പോലെ വരുന്നവർ, അതാ നടന്നു വരുന്നവർ, ഇഴഞ്ഞു വരുന്നവർ, മുഖത്തു മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ. അള്ളാഹുവിൻ്റെ പരലോകത്തേക്ക് പലതാം 41 വിഭാഗത്തിലാണ് എൻ്റെ സമുദായം കടന്നു വരുന്നത്. എല്ലാവരും നാളെ പടച്ച റബ്ബിൻ്റെ പരലോകത്തേക്ക് കടന്നു വരികയാണ്. എല്ലാവരും പറയുന്നത്, ഉസ്താദ്, ഈ നോമ്പ് വല്ലാത്ത കഠിനമാണ്, വല്ലാത്ത ചൂടാണ്, വല്ലാത്ത ചൂടാണ്, വല്ലാത്ത പ്രയാസമാണ്. പകലും രാത്രിയും പടച്ചവനെ എസി ഇല്ലാതെ കിടക്കാൻ പറ്റുന്നില്ല. എല്ലാവരും പറയുകയാ, ചൂടാണ്, പ്രയാസമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ഒരു ചൂടാണോ സഹോദരാ? ഇതൊക്കെ ഒരു ചൂടാണോ പെങ്ങള്? നിന്റെ തലയുടെ 15 ലക്ഷം കിലോമീറ്റർ മുകളിലാണ് സൂര്യൻ ഉദിച്ചു നിൽക്കുന്നത്. ആ സൂര്യൻ്റെ ചൂടാണ് നിന്നെ പ്രയാസപ്പെടുത്തുന്നത്. ആ ചൂട് കാരണമാണ് നിന്റെ ശരീരം വിയർക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എങ്കിലും നാളെ പടച്ച റബ്ബിൻ്റെ കോടതിയുണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവനെ ഈ ഭൂമി അങ്ങ് പരത്തുകയാണ്, ഈ ഭൂമി അങ്ങ് പരത്തുകയാണ്. ഈ ഭൂമിയെ പരത്തിയിട്ട് നാളെ ഞാനും നിങ്ങളും ഉടുതുണിയില്ലാതെ നാളെ പടച്ച റബ്ബിൻ്റെ കോടതിയിൽ നിൽക്കേണ്ടവരാണ്. അള്ളാഹുവിൻ്റെ കോടതിയിൽ ഞാനും നിങ്ങളും ഇങ്ങനെ നിൽക്കുമ്പോ ഒരാൾ പോലും ഔറത്ത് മറച്ചിട്ടില്ല, ചേലാകർമ്മം ചെയ്തിട്ടില്ല, ഉമ്മ പ്രസവിച്ചിട്ടതുപോലെ ആണുങ്ങളും പെണ്ണുങ്ങളും നാളെ പടച്ച റബ്ബിൻ്റെ പരലോകത്ത് ഒരുമിച്ച് കൂടുകയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ അള്ളാഹുവിൻ്റെ പ്രവാചകനോട് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, നാളെ പടച്ച റബ്ബിൻ്റെ പരലോകത്ത് ആണുങ്ങളും പെണ്ണുങ്ങളും നഗ്നരായി കടന്നു വരുമ്പോ അവര് പരസ്പരം ഔറത്ത് കാണില്ലേ നബിയെ? നബി തങ്ങൾ പറഞ്ഞു, ആയിഷ, അന്നത്തെ ദിവസം അതിനൊന്നും ഒരു വിലയില്ല ആയിഷ. ഒരാളും കാണില്ല ആയിഷ, ഒരാൾക്കും അതിനെക്കുറിച്ചുള്ള ചിന്തയൊന്നുമില്ല ആയിഷ. എല്ലാവരും പേടിച്ചു വിറച്ചു നിൽക്കുകയാണ്. ആ ചെമ്പിൻ്റെ തറയിൽ ഞാനും നിങ്ങളും ഇങ്ങനെ ഉടുതുണിയില്ലാതെ, ചെരുപ്പില്ലാതെ ഞാനും നിങ്ങളും ഇങ്ങനെ നിൽക്കും. 15 കോടി 15 ലക്ഷം കിലോമീറ്റർ മുകളിൽ നിന്നിരുന്ന സൂര്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല താഴ്ത്തുകയാണ്. സിറാജിന്റെ തലയുടെ ഒരു ചാണ് മുകളിൽ, നിങ്ങളുടെ ഓരോരുത്തരുടെയും തലയുടെ ഒരു ചാണ് മുകളിൽ ആ സൂര്യൻ ഇങ്ങനെ ഇറങ്ങി വരുന്ന ദിവസമെന്ന് ചിന്തിക്കു ചെറുപ്പക്കാരാ, പെങ്ങളെ. ചൂടുള്ള നാളുണ്ടേ, കിയാമം നാളാ, ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂളാ. വൻദോഷ വണ്ടിയോ മായി വരുന്നേ കാളാ.
ക്ഷീണത്തിനാലുനിക്കുന്നതാണേ ഇള സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള അമലൊന്നുമില്ല ദങ്ങു ചെന്ന കോള മോനെ നീ ഇഷ്ടിക കണ്ടിട്ടുണ്ടോ പഴയ വീട് കെട്ടുന്ന ആ മണ്ണും ചെളിയും ആ ചെളിയും വെള്ളവും കൂടെ ചേർത്തിട്ട് ആ കുഴച്ചുണ്ടാക്കുന്ന ഇഷ്ടിക കണ്ടിട്ടുണ്ടോ ആ ഇഷ്ടിക എങ്ങനെയാണ് ചുമന്ന നിറമായത് അടുക്കി വെച്ചിട്ട് പച്ചവിറകിട്ട് കത്തിക്കുകയാണ് ആഴ്ചകളോളം കത്തിച്ചിട്ടാണ് അതിൻ്റെ നിറമങ്ങ് ചുമപ്പാക്കുന്നത് അതിൻ്റെ പരിസരത്ത് പോകാൻ കഴിയില്ല വല്ലാത്ത ഒരു പ്രയാസമാണ് വല്ലാത്ത ഒരു ചൂടാണ് എങ്കിലാ ചൂളയൊന്നുമൊന്നുമല്ല വാപ്പമാര് ചെറുപ്പക്കാരാ കാളവണ്ടി കണ്ടിട്ടില്ലേ ചുമട് വലിച്ചു കൊണ്ടുവരുന്ന കാളയെ കണ്ടിട്ടില്ലേ ക്ഷീണിച്ചിട്ട് വായിലൂടെ പതയും നുരയും ഇങ്ങനെ ഒഴുകുകയാണ് അല്ലാഹുവേ നാളെ പരലോകത്ത് മനുഷ്യന്റെ വായിൽ നിന്ന് പതയും നൊരയും ഇങ്ങനെ ഒഴുകുന്നത് കാണാ പെങ്ങളെ ചോറ് വെക്കുന്നവളാണല്ലോ കലത്തിനകത്ത് കിടന്ന ചോറിങ്ങനെ തിളച്ച് തിളച്ച് പാത്രത്തിന്റെ മുകളിലൂടെ നിറഞ്ഞു കവിയുകയാണ് നീ അടുപ്പ് മാറ്റുകയാണ് തിരി താഴ്ത്തുകയാണ് എൻ്റെ പെങ്ങള് ആ ചോറ് തിളയ്ക്കുന്നത് കറി തിളയ്ക്കുന്നത് കാണുന്ന ഉമ്മ നാളെ നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ അതിങ്ങനെ തിളച്ചിട്ട് മുഖത്തുകൂടെ ഒഴുകുന്ന ദിവസമാണ് മഹ്ശറ അല്ലാഹുവേ ആ മഹ്ശറയിലെ ജനങ്ങൾ മുഴുവനും ഇങ്ങനെ നിൽക്കുകയാണ് ആദം നബി അലൈഹിസ്സലാം മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങൾ വരെയുള്ള പ്രവാചകന്മാർ ആ പ്രവാചകന്മാരുടെ അനുയായികൾ മുഴുവനും നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ നിൽക്കുമ്പോ ഒരു വല്ലാത്ത സുഗന്ധമടിക്കുകയാണ് എല്ലാവരും ചോദിക്കുന്നു എവിടെ നിന്നാണ് ഈ സുഗന്ധമടിക്കുന്നത് ഈ വാസന എവിടെ നിന്നാണ് ഇതുവരെ ജീവിതത്തിൽ അനുഭവിക്കാത്ത ഒരു സുഗന്ധം പടച്ചവനെ എവിടെ നിന്നാ എല്ലാവരും അവിടെ നിന്ന് ചോദിക്കുമല്ലോ ആ സുഗന്ധമടിക്കുന്നത് എവിടെ നിന്നാണെന്നറിയുമോ നോമ്പുകാരന്റെ വായിൽ നിന്നാണ് പെങ്ങളെ എപ്പോഴും പോയി പല്ല് തേക്കാൻ തയ്യാറാകണ്ട വായിൽ നിന്ന് ദുർഗന്ധമാണെന്ന് എപ്പോഴും നീ പോയി പല്ല് തേക്കണ്ട പെങ്ങളെ ചെറുപ്പക്കാരാ എടാ ഇത് അല്ലാഹുവിന്റെ മുമ്പിൽ കസ്തൂരിയെക്കാളും വാസനയാ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് നാളെ നോമ്പുകാരനെ തിരിച്ചറിയാനുള്ള അടയാളം അവന് വല്ലാത്ത സുഗന്ധമാണ് അവന്റെ വായിൽ നിന്ന് സുഗന്ധമടിച്ചു വീശുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് നോമ്പുകാരന്റെ വായിൽ നിന്നടിക്കുന്ന ദുർഗന്ധമുണ്ടല്ലോ അത് നമുക്കാണ് ദുർഗന്ധം അല്ലാഹുവിന്റെ മുമ്പിൽ കസ്തൂരിയേക്കാൾ വാസനയുള്ളതാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ പടച്ചവനെ പ്രായമുള്ളവർ ഇവിടെ ഇരിക്കുന്നുണ്ട് ഉസ്താദേ രോഗമാണ് മരുന്ന് കഴിക്കുന്നവരാണ് ഒരുപാട് ശാരീരികമായ പ്രയാസമുള്ളവരാണ് എന്നിട്ടും നോമ്പ് പിടിച്ചുകൊണ്ട് ഈ മജ്‌ലിസിലേക്ക് കടന്നു വന്ന വാപ്പാ വെറുതെയാകില്ല വാപ്പാ പ്രായം ചെന്ന ഉപ്പമാരോട് പറയുകയാണ് എൻ്റെ ചെറുപ്പക്കാരോട് പറയുകയാ മക്കളെ കഷ്ടപ്പെട്ട് നോമ്പ് പിടിച്ചത് വെറുതെയാകില്ല ഉപ്പാ നിന്റെ ഭാര്യയ്ക്ക് ഇന്ന് നിന്നോട് ഇഷ്ടം കുറവാണ് കാരണം മുടിയൊക്കെ നരച്ചിരിക്കുകയാണ് തൊലിയൊക്കെ ചുളുങ്ങിയിരിക്കുകയാണ് അവൾക്കാണെങ്കിൽ ഗ്ലാമറുണ്ട് നിനക്കാണെങ്കിൽ ഗ്ലാമറില്ല പ്രായം ചെന്നത് കാരണം ഭാര്യ പോലും നിന്നോട് അകന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ എൻ്റെ ഉപ്പാനോട് പറയുകയാ അല്ലാഹുവിൻ്റെ സ്വർഗത്തിലെ പെണ്ണുങ്ങളുണ്ടല്ലോ
പെണ്ണുങ്ങളുണ്ടല്ലോ, ഹുറല്ലീങ്ങളായ പെണ്ണുങ്ങളുണ്ടല്ലോ, ഒരാളും കാണാത്ത, ഒരാളും തൊടാത്ത അല്ലാഹുവിന്റെ സ്വർഗത്തിലെ ഹുറല്ലീങ്ങളായ പെണ്ണുങ്ങൾ പടച്ചവനോട് ദുആ ചെയ്യുകയാണ്, പടച്ചവനോട് ദുആ ചെയ്യുകയാണ്. എന്താണ് റബ്ബിനോട് ദുആ ചെയ്യുന്നതെന്നറിയുമോ? നാഥാ, ആ നോമ്പുകാരനായ മനുഷ്യനെ എനിക്ക് ഭർത്താവാക്കി തരണേ അല്ലാ എന്ന് സ്വർഗത്തിലെ പെണ്ണുങ്ങൾ നിനക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിലെ പെണ്ണുങ്ങൾ ദുആ ചെയ്യും, പടച്ചവനെ ആ ചങ്ങാതി എനിക്ക് വേണം റഹ്മാനെ, ആ പ്രായം ചെന്ന ആ മനുഷ്യനെ എനിക്ക് ഭർത്താവാക്കി തരണേ എന്ന് സ്വർഗത്തിലെ പെണ്ണുങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യും നോമ്പുകാരന് വേണ്ടി. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹ് ഭാഗ്യം തരുമാറാകട്ടെ, ഉറക്കപ്പുറ അള്ളാഹ് ഭാഗ്യം തരുമാറാകട്ടെ. അപ്പം ആമിനെ വിചാരിക്കുന്നത് ഞാൻ അവിടെയും ഈ ചങ്ങാതിയുടെ കൂടെ തന്നെയാണോ അല്ലാഹ്? നിങ്ങൾക്ക് ഞാൻ ആണുങ്ങളുടെ കാര്യം പറഞ്ഞേ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പോൾ സ്വർഗത്തിൽ, ദുനിയാവിലെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് കിട്ടണമെന്ന് ആഗ്രഹമുള്ള ഭർത്താക്കന്മാരൊന്ന് കൈവക്കിക്കേ. സ്റ്റേജിൽ ഇരിക്കണ ആരും പൊക്കണില്ല കേട്ടോ, പെണ്ണുങ്ങളൊക്കെ കാണുന്നുണ്ട്. ആമിനെ വീട്ടിൽ പോകുമ്പോൾ ചോദിക്കുക നിങ്ങൾ എന്താ പൊക്കാഞ്ഞെന്ന്. അവസാനം ഓള് പൊക്കണ്ട വരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പലരും കൈപൊക്കിയില്ല. ഇവള് സ്വർഗത്തിലും ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉസ്താദെ ഈ പെണ്ണ് സ്വർഗത്തിലും ഉണ്ടോ? ഇവിടെ തന്നെ പറ്റണില്ല അല്ലേ? അള്ളാഹു സ്വർഗത്തിലും ജോഡികളാക്കി തരുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട്, ഉസ്താദ് ഈ ഒന്നിൽ കൂടുതൽ കല്യാണം കഴിച്ച ആൾക്കാരുണ്ടല്ലോ അല്ലേ, അവനവൻ്റെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യ. നബിതങ്ങളോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, നബിയെ, നബിതങ്ങൾ ഒരുപാട് വിവാഹം കഴിച്ച ആളല്ലേ, അപ്പം നബിതങ്ങളോട് ഉമ്മ സുലൈമാണ് ചോദിച്ചു, നബിയെ അവിടുത്തെ അവസ്ഥ എന്താണ്? അപ്പോഴാണ് നബിതങ്ങൾ പറഞ്ഞ ഒരു മറുപടിയുണ്ട്, ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏത് ഭാര്യയാണോ, ഏറ്റവും കൂടുതൽ ഇഷ്ടം, ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാണോ അവരോട്. അവിടെ പിന്നെ പരാതിയൊന്നുമില്ലല്ലോ. ഇവിടെ വാട്സപ്പിൽ ഒരു മെസ്സേജ് കണ്ട ബദർ നടക്കത്തില്ലേ? വീട്ടിൽ നടക്കുമോ? നിങ്ങളെന്താ വെടികൊണ്ട് തല്ലിരിക്കണേ അല്ലേ? നമ്മൾ ആരോടെങ്കിലും സംസാരിക്കണമെങ്കിൽ അവിടെ അങ്ങനൊന്നുമില്ല, അവിടെ ഇല്ല, അവിടെ പിന്നെ ഒന്നും മിണ്ടൂല്ല. അള്ളാഹു നമ്മുടെ എല്ലാം മാറ്റും, നമ്മുടെ ദുസ്വഭാവങ്ങളൊക്കെ മാറ്റും. നല്ല മനസ്സാണ്. അള്ളാഹു സ്വർഗത്തിലും കുടുംബസമേതം നമ്മളെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓടി നടന്ന് പെണ്ണ് കെട്ടുന്നത് അത്ര നല്ല സ്വഭാവമൊന്നും അല്ല കേട്ടാ. പെണ്ണ് കെട്ടുന്നവരുണ്ട് ചുമ്മാതെ. ഇന്നലെ ഞാൻ തോന്നുന്നു സഹോദരി പറഞ്ഞു, ഉസ്താദെ എന്നെ ഒരാൾ വന്ന് കല്യാണം കഴിച്ചിട്ട് തിരിഞ്ഞു പോലും നോക്കണില്ല ഉസ്താദെ. ചില ആണുങ്ങൾ പോയിട്ട് പെണ്ണ് കെട്ടും, എന്നിട്ടൊരു വാടക വീട് എടുത്തു കൊടുത്തിട്ട് വല്ലപ്പോഴും ഒന്ന് പോകും. എന്തിനാ മോനെ പെണ്ണ് കെട്ടണേ? അങ്ങനെയൊന്നും പെണ്ണ് കെട്ടാൻ പാടില്ല. 4 വരെ വിവാഹം കഴിക്കാം, ഇസ്ലാം പറയുന്നുണ്ട്. പക്ഷെ 4 പേരെയും ഒന്നുപോലെ കാണണം. നാടറിഞ്ഞ് വിവാഹം കഴിച്ചവളെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് രാജാത്തിയെ പോലെ നോക്കും. എന്നിട്ട് എവിടെയെങ്കിലും പോയി ചിന്ന വീട്, തമിഴ്നാട്ടിൽ പറയണ പോലെ ഒരു വീടെടുത്ത് അങ്ങനെ പെണ്ണ് കെട്ടാൻ അള്ളാഹ് പറഞ്ഞിട്ടില്ല. നിന്നെ നാളെ വലിച്ചു കീറും പടച്ച റബ്ബ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്തിനാ ഒളിച്ചും പാത്തും കെട്ടുന്ന? അന്തസ്സോടെ പോയി കെട്ട്. പെണ്ണ് കെട്ടണ താല്പര്യം അത്രയും ധൈര്യമുള്ളവും പിന്നെ എന്തിനാ പേടിക്കുന്നത്? ഞാൻ പെണ്ണുങ്ങളോട് പറയുന്നത്, അങ്ങനെ കെട്ടണമെന്ന് ആഗ്രഹമുള്ള ഭർത്താവിനോട് നിങ്ങൾ പോയി കെട്ടിക്കോളാൻ പറ, സമ്മതം കൊടുക്കണം കേട്ടാ. അല്ല എന്നെ നോക്കണ നോക്കിയാൽ കണ്ണു കൊല്ലിയിട്ട് മോതിരം തരാൻ തീരുമാനിച്ച ഇനി തരൂല്ല. എൻ്റെ പെങ്ങളെ കെട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കെട്ട. എന്തിനാ? നിന്നെപ്പോലെ ഒരു പെണ്ണല്ല ഇങ്ങനെ ഒളിച്ചും പാത്തും. എന്തിനാ? അങ്ങനെ ആവശ്യമൊന്നുമില്ല. അൽഹംദുലില്ലാ, കെട്ടണമെന്ന് നിർബന്ധമുള്ളവൻ കെട്ടട്ടെ. എന്തിനാ എത്ര പേടിക്കുന്നത്? അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പെണ്ണുങ്ങൾ അതൊക്കെ പറയും, സ്ഥാൻ അങ്ങനെയൊക്കെ പറയാം. വേണ്ടപ്പാ, പെണ്ണ് കെട്ടിയവനറിയാം അതിൻ്റെ അവസ്ഥ എന്താണെന്ന്. ഞാൻ ഒരു സ്ഥലത്ത് പോയപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഒരു വീട്ടിൽ കൊണ്ടുപോകും. അള്ളാഹു നല്ല ജീവിതം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോമ്പുകാരൻ അതിൻ്റെ പ്രതിഫലം എന്താ? നോമ്പിൻ്റെ പ്രതിഫലം എന്താ? നോമ്പിൻ്റെ പ്രതിഫലം എന്താ? നമ്മൾ പറയാറുണ്ട് സ്വർഗം കിട്ടുമെന്ന്. നോമ്പ് പിടിക്കുന്നവന് സ്വർഗമുണ്ട്, റയ്യാൻ എന്ന് പറയുന്ന വാതിലുണ്ട്, റഹ്മത്തുണ്ട്, മഗ്ഫിറത്തുണ്ട്, നരകമോചനമുണ്ട്, സ്വർഗപ്രവേശനമുണ്ട്. നമ്മളെല്ലാവരും പറയുമല്ലോ. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അള്ളാഹുവിൻ്റെ മുമ്പിൽ പ്രതിഫലം കൊടുക്കുന്നത് 7 സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലം കൊടുക്കുന്നത്. ഒന്നാമത്തെ പ്രതിഫലം സ്വർഗമാണ്, രണ്ടാമത്തെ പ്രതിഫലം നരകമാണ്.
അല്ലാഹുവേ, ഈമാനുള്ള പടച്ചറബിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു സ്വർഗം കൊടുക്കും. കുഫർ ചെയ്തുകൊണ്ട് അള്ളാനെ മറന്ന് നടക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു നരകം കൊടുക്കും. ഇതാണ് 1 ഉം 2 ഉം. എൻ്റെ പ്രിയപ്പെട്ടവരെ, 3 ഉം 4 ഉം എന്ന് പറഞ്ഞാൽ ഒന്നിനൊന്ന് ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്ന് പറയുന്നത് പോലെ, ഒരു പാപം ചെയ്താൽ ഒരു ശിക്ഷ, ഒരു പാപം ചെയ്താൽ ഒരു ശിക്ഷ, ഒരു നന്മ ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചു. പടച്ചവനെ ഉസ്താദ്, അല്ലാഹുവേ, ഒരു സയ്യിദ് അവർക്ക് വീട് വെക്കുന്നതിന് വേണ്ടി സദക്ക ചോദിക്കുമ്പോ എന്തെങ്കിലും ഒന്ന് കൊടുക്കണമെന്ന് തീരുമാനിച്ചു. പക്ഷേ കൊടുക്കാൻ പറ്റിയില്ല. ആ നിയ്യത്തിന് നിനക്ക് പ്രതിഫലമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ചെയ്തില്ലെങ്കിലും നിനക്കൊരു പ്രതിഫലം കിട്ടുകയാണ്. ഇതാണ് 3 ഉം 4 ഉം. 5 എന്ന് പറഞ്ഞ 1 10 ഇരട്ടിയാണ്. ആരെങ്കിലും നബിതങ്ങളുടെ പേരിൽ ഒരു സ്വലാത്ത് പറഞ്ഞാൽ അല്ലാഹു 10 സ്വലാത്ത് ചെയ്യുമെന്ന ഹദീസ് ഉണ്ടല്ലോ. എടോ, സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു തൻ്റെ ഭാര്യയായ ഫാത്തിമ ഗർഭിണിയാണ്. ഗർഭിണിയായ പെണ്ണിന് ചില ഭക്ഷണങ്ങളോട് വല്ലാത്ത ഇഷ്ടമാണ്. അലിയേ, എനിക്കൊരു റുമ്മാമ്പഴം വേണം അലിയേ. അലിയാര് തങ്ങളെ റുമ്മാമ്പഴം പോയി വാങ്ങിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു മനുഷ്യൻ പറഞ്ഞു, അലിയേ, പട്ടിണിയാണ് അലിയേ, വലിയ പ്രയാസമാലിയേ, എന്തെങ്കിലും തന്ന് സഹായിക്കണേ. അലിയാര് തങ്ങളുടെ കയ്യിൽ ഫാത്തിമയ്ക്ക് കൊടുക്കാൻ കൊണ്ടുവന്ന റുമ്മാമ്പഴമാണ്, അതല്ലാതെ വേറെ ഒന്നുമില്ല. അലിയാര് തങ്ങൾ ഒരു നിമിഷം ഇങ്ങനെ ചിന്തിക്കുമ്പോ ആ പാവപ്പെട്ടവൻ പറഞ്ഞു, അലിയേ, 1 10 ഇരട്ടി അല്ലാഹു തരും അലിയേ. 1 10 പ്രതിഫലം. എൻ്റെ പ്രിയപ്പെട്ടവരെ, 5ാമത്തെ പ്രതിഫലം 1 10. 6ാമത് അല്ലാഹു നന്മ കൊടുക്കുന്ന രീതി എങ്ങനാ? 1 700. ഒരു നന്മ ചെയ്താൽ സൂറത്തുൽ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, ഒരു നന്മയ്ക്ക് 700 പ്രതിഫലം. ഒരു നന്മ ചെയ്താൽ 700 പ്രതിഫലം അല്ലാഹു കൊടുക്കുകയാണ്. ഇനി 7ാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അസ്വിയാമു ലില്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, 7ാമത്തെ പ്രതിഫലം അല്ലാഹുവിനെ അറിയൂ. അതിൻ്റെ പ്രതിഫലം അല്ലാഹുവിനെ അറിയോ. അതുകൊണ്ട് പരിശുദ്ധമായ റമളാനിന്റെ 2ാമത്തെ 10 നോമ്പ് പിടിച്ചുകൊണ്ടിരിക്കുന്നവരോട് പറയുകയാ, അസ്സിയാമു ലില്ലാഹ്. ആരെങ്കിലും അല്ലാഹുവിന് വേണ്ടി നോമ്പ് പിടിച്ചാൽ ആ നോമ്പിന്റെ പ്രതിഫലം സ്വർഗമല്ല, മഗ്ഫിറത്തല്ല, നരകമോചനമല്ല. ആ നോമ്പിന്റെ പ്രതിഫലം അല്ലാഹുവിനെ അറിയൂ എന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നോമ്പ് പിടിക്കുന്ന മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണ്? ഞങ്ങൾ പറയുന്നതൊന്നുമല്ല, അത് അല്ലാഹുവിനെ അറിയൂ. നാളെ പരലോകത്ത് ചെല്ലുമ്പോഴേ അറിയൂ നോമ്പിന്റെ പ്രതിഫലം എന്താണെന്ന്. അത് അല്ലാഹുവിന് വേണ്ടി പിടിക്കണം പെങ്ങള്, അത് അല്ലാഹുവിന് വേണ്ടി പിടിക്കണം ചെറുപ്പക്കാരാ. അതിന്റെ പ്രതിഫലം അല്ലാഹുവാണ് തരുന്നത്. അങ്ങനെയുള്ള പരിശുദ്ധമായ റമളാൻ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നു. ഇതുവരെ നിനക്ക് തിരിഞ്ഞിട്ടില്ല റമളാനിന്, ഇതുവരെ നിനക്ക് റമളാനിന്റെ മഹത്വം മനസ്സിലായിട്ടില്ല. പടച്ചവനെ, ഒരു സുന്നത്തിനൊരു ഫർളിന്റെ കൂലിയാ, ഒരു സുന്നത്തിനൊരു ഫർളിന്റെ കൂലി, ഒരു ഫർളിന് 70 ഫർളിന്റെ കൂലി. പടച്ചവനെ, നോമ്പുകാരനായ നീ ഉറങ്ങിയാലും പ്രതിഫലമാണ്, നീ ഉറങ്ങിയാലും പ്രതിഫലമാണ്, നീ നടന്നാലും പ്രതിഫലമാണ്, നീ ഇരുന്നാലും പ്രതിഫലമാണ്, എന്ത് ചെയ്താലും നിനക്ക് പ്രതിഫലമാണ്. അതാണ് വിശുദ്ധമായ റമളാൻ. മാറ്റമില്ലല്ലോ നമുക്ക്, മാറ്റമില്ലല്ലോ നമുക്ക്. പടച്ചവനെ, നിസ്കരിച്ചാൽ ഇന്നാരെങ്കിലും ളുഹർ നമസ്കരിച്ചാൽ റമളാൻ അല്ലാത്ത മാസങ്ങളിൽ 70 ളുഹർ നിസ്കരിച്ച പ്രതിഫലം അല്ലാഹു നിനക്ക് തരികയാ. സുന്നത്ത് നിസ്കരിച്ചാൽ റമളാൻ അല്ലാത്ത മാസത്തിൽ പടച്ചവനെ ഒരു ഫർള് നിസ്കരിച്ച പ്രതിഫലമാണ് സുന്നത്തിന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്രയോ നന്മകൾ ചെയ്യാൻ കഴിയുന്നവരാണ്. തറാവീഹ് നിസ്കരിക്കാൻ അല്ലാഹു നമുക്ക് അവസരം തന്നല്ലോ. മടിയാണ് സഹോദര, മടിയാണ് സഹോദര.
സഹോദര, 8 20 പറഞ്ഞ് തല്ലുന്നവരുണ്ടല്ലോ, പരിഹസിക്കുന്നവരുണ്ടല്ലോ. എടോ, എന്തിനാ നിങ്ങൾ വഴക്ക് കൂടുന്നത്? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, പടച്ചവനെ, നിസ്കരിച്ചതിന്റെ പേരിൽ അല്ലാഹു ഒരാൾക്കും ഇന്ന് വരെ നരകം കൊടുത്തിട്ടില്ല. നിസ്കരിച്ച പ്രതിഫലമുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ. തറാവീഹ് നിസ്കാരത്തിന്റെ പ്രതിഫലം ഞാൻ പറയുന്നില്ല. ആ തറാവീഹ് നിസ്കാരത്തിൽ ചെയ്യുന്ന ഒരു സുജൂദുണ്ടല്ലോ, എന്റെ ചെറുപ്പക്കാര് പഠിക്കണം. പള്ളിയിൽ ചെന്നിട്ട് പള്ളിയുടെ 2ാം നിലയിൽ കയറിയിരിക്കുകയാണ്, ഹൗദിന്റെ കരയിലിരിക്കുകയാണ്. പള്ളിയുടെ പരിസരത്ത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ചെറുപ്പക്കാരോട് പ്രായമുള്ള രോഗം പിടിച്ച വാപ്പമാര് വരെ പള്ളിക്കകത്ത് തറാവീഹ് നിസ്കരിക്കുമ്പോ നിസ്കരിക്കാൻ മടിക്കുന്ന ചെറുപ്പക്കാരാ, മോനെ, ആ തറാവീഹ് നിസ്കാരത്തിലെ സുജൂദിന്റെ പ്രതിഫലം നിനക്കറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, തറാവീഹ് നമസ്കാരത്തിലെ, രാത്രി നമസ്കാരത്തിലെ സുജൂദുണ്ടല്ലോ, ആ ഒരു സുജൂദിന് അല്ലാഹു തരുന്ന പ്രതിഫലം 1500 നന്മ അല്ലാഹു നിനക്ക് തരുമെന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 1500 നന്മയാണ്, 1500 പ്രതിഫലമാണ്. അതാ തറാവീഹ് നിസ്കരിക്കുമ്പോ ഒരു സുജൂദ് ചെയ്യുന്ന മനുഷ്യര്, അതുമാത്രമല്ല, ബനല്ലാഹു ലഹു കസുറം ഫിൽ ജന്നാ, സ്വർഗത്തിലൊരു കൊട്ടാരം അല്ലാഹു തരും ചെറുപ്പക്കാരാ. പടച്ചവനെ, തറാവീഹ് നിസ്കരിക്കുമ്പോൾ, അതാ ബൈഹഖിയിലെ ഹദീസാണ്, അല്ലാഹുവേ, മഹാനായ ഇബ്നു അബ്ബദ ഇബ്നു മസ്ഊദ് തങ്ങൾ നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ഒരു സുജൂദിന് 1500 പ്രതിഫലം. അല്ലാഹുവേ, ഒരു സുജൂദ് ചെയ്താ ബനല്ലാഹു ലഹു കസുറം ഫിൽ ജന്നാ, സ്വർഗത്തിൽ അല്ലാഹു ഒരു വീട് തരികയാ. റമളാൻ മാസത്തിൽ തറാവീഹ് നിസ്കരിക്കുമ്പോൾ പ്രായമുള്ളവരൊക്കെ പള്ളിക്കകത്ത്, ചെറുപ്പക്കാരൊക്കെ ഇപ്പൊ IPL കണ്ടുകൊണ്ടിരിക്കുക. ബക്കറ്റ് എടുക്കാറായോ? പിന്നെ പോരെ, അതേ ഉള്ളു വെച്ചോ. അൽഹംദുലില്ലാഹ്, ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. കുറച്ച് കഴിഞ്ഞിട്ടിപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പം എല്ലാം കളിച്ചോണ്ടിരിക്കുക, കാലും നീട്ടിയിട്ട് ഇങ്ങനെ പള്ളിയുടെ പരിസരത്തൊക്കെ. വിത്തറിനാകുമ്പോൾ ഒരൊറ്റ ഓട്ടോ 20ാമത്തെ റക്അത്തിൽ ചാടി കയറി പള്ളി നിറയും. ഓരോ സുജൂദിനും 1500 നന്മ അല്ലാഹു എഴുതും. നിനക്ക് സ്വർഗത്തിലൊരു വീടും കിട്ടും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് റമളാൻ, ഇതാണ് റമളാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, റഹ്മത്തിൻ്റെ 10 മഗ്ഫിറത്തിൻ്റെ 10. റഹ്മത്ത് നമ്മളോട് വിട പറഞ്ഞു, മഗ്ഫിറത്തിന്റെ മാസമാണ്. എന്തേ തിരിയാത്തത്? എന്തേ പെങ്ങളെ ജീവിതത്തിൽ മാറ്റം വരുത്താത്തത്? നോമ്പ് പിടിക്കാത്തവരുണ്ടല്ലോ, റമളാൻ മാസമായിട്ട് പോലും ആദരിക്കാത്തവരുണ്ടല്ലോ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പ്രവാചകന് കിടന്നുറങ്ങുമ്പോ 2 മലക്കുകൾ വരികയാണ്, 2 മലക്കുകൾ വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചുകൊണ്ട് പോവുകയാണ്, പ്രവാചകനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. അതാ കുന്നുപോലെ ഉയർന്നു നിൽക്കുന്ന ഒരു പർവ്വതത്തിന്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു കേറാൻ. നബി തങ്ങൾ പറഞ്ഞു, എന്നെ കൊണ്ട് കഴിയില്ല, ഇതിന്റെ മുകളിൽ കേറാൻ വലിയ പ്രയാസമാണ്. യാ റസൂലല്ലാഹ്, ഞങ്ങളെ സഹായിക്കാൻ നബിയേ. കേറാൻ പ്രയാസകരമായ ഒരു പർവ്വതത്തിന്റെ മുകളിലേക്ക് നബിതങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് മലക്കുകൾ കൊണ്ടുപോവുകയാ. അള്ളാന്റെ റസൂൽ ഇങ്ങനെ നടന്നു പോകുമ്പോ വല്ലാത്ത നിലവിളി കേൾക്കുകയാണ്, വല്ലാത്ത കരച്ചിൽ കേൾക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു, ആരാ ഈ കടന്ന് കരയുന്നതാരാ? വാനബിയേ, വാനബിയേ. അള്ളാഹുവിന്റെ പ്രവാചകനെ പർവ്വതത്തിന്റെ മുകൾ തട്ടിലേക്ക് വിളിച്ചുകൊണ്ട് ചെല്ലുകയാണ്. അള്ളാന്റെ റസൂൽ പർവ്വതത്തിന്റെ മുകളിലെത്തുമ്പോ സുബ്ഹാനല്ലാഹ്, ഒരു കാഴ്ച കാണുകയാ, ഒരു കാഴ്ച കാണുകയാ. ഒരു മനുഷ്യനെ കാണുകയാണ്. അവന്റെ നാവുണ്ടല്ലോ, ആ നാവിങ്ങനെ വലിച്ചെടുത്തിട്ട് ഈ കാലിന്റെ പുറകിൽ കാണുന്ന നരമ്പുണ്ടല്ലോ, ഈ
ഈ മടമ്പങ്കാല്, നമ്മുടെ കാലിന്റെ ബാക്ക് സൈഡിൽ കാണുന്ന നരമ്പുണ്ടല്ലോ, ആ നരമ്പിലേക്ക് അവന്റെ നാവിങ്ങനെ വലിച്ചു കെട്ടിയിരിക്കുകയാണ്. അല്ലാഹുവേ, അമ്പും വില്ലും വളച്ചു വെക്കുന്നത് പോലെ അവന്റെ നാവ് രണ്ടായി വലിച്ചു കീറി ആ നാവിങ്ങനെ പുറകിലൂടെ കൊണ്ടുവന്നിട്ട് ഈ കാലിന്റെ ബാക്ക് സൈഡിലെ നരമ്പിൽ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുകയാണ്. പുഴുത്തു നാറുകയാണ്, കടന്ന് നിലവിളിക്കുകയാണ്. പടച്ചവനെ, വല്ലാത്തൊരവസ്ഥയിൽ കടന്ന് നിലവിളിക്കുന്ന മനുഷ്യനെ കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, മലക്കുകളെ, ഇവനാരാ? ഇവനെന്ത് പാപം ചെയ്തവനാണ്? ഇവനെന്ത് തെറ്റ് ചെയ്തതിന്റെ പേരിലാണ്? ഇവനെന്ത് പാപം ചെയ്തതിന്റെ പേരിലാണ് അല്ലാഹു ഇത്രയും വലിയ ശിക്ഷ കൊടുത്തിരിക്കുന്നത് എന്ന് നബി തങ്ങൾ ചോദിക്കുമ്പോ മലക്കുകൾ പറയുന്നു, യാ റസൂലല്ലാഹ്, ഇവൻ നോമ്പ് പിടിക്കാത്തവനാണ് നബിയേ. റമളാൻ മാസത്തിൽ നോമ്പ് പിടിക്കാത്തവന് അല്ലാഹു ആരോഗ്യം കൊടുത്തിട്ട്, അല്ലാഹു സർവ്വതും കൊടുത്തിട്ട്, റമളാനിൽ നോമ്പ് പിടിക്കാത്ത ഒരു മനുഷ്യന് നാളെ പടച്ച റബ്ബ് കൊടുക്കുന്ന ശിക്ഷ ഇതാ. അതുകൊണ്ട് റമളാൻ മാസം വന്നിട്ടും നന്നാകാത്തവരോട് ചോദിക്കട്ടെ, മോനെ, സർവ്വ ശൈത്താന്മാരെയും മലക്കുകൾ പിടിച്ച് ചങ്ങലക്കിട്ടിരിക്കുന്ന മാസം എങ്ങനെയാടാ പള്ളിക്കകത്തിരുന്നിട്ട് മൊബൈലിലൂടെ ഗെയിം കളിക്കാൻ കഴിയുന്നത്? രണ്ടാം നിലയിൽ കയറിയിരുന്നിട്ട് സിനിമ കാണാൻ കഴിയുന്നത്? അല്ലാഹുവിന്റെ ഭവനകത്തിനകത്ത് വന്നിട്ട് പള്ളിപ്പറമ്പിൽ കയറിയിട്ട് IPL കളി കാണാൻ കഴിയുന്നത് എങ്ങനാ ചെറുപ്പക്കാരാ? എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നാളെ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നിനക്ക് റമളാനിനെ തിരിഞ്ഞിട്ടില്ല പെങ്ങളെ. സാധാരണ മാസം പോലെയല്ല റമളാൻ. നിനക്ക് ഞാനൊരു ചരിത്രം പറയാ, റമളാൻ എന്താണെന്ന് നിനക്ക് മനസ്സിലാക്കാൻ. നബി തങ്ങൾ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് നിൽക്കുമ്പോ അല്ലാഹുവിന്റെ കോടതിയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു ചെറുപ്പക്കാരനെ വലിച്ചു കൊണ്ടുവരികയാണ്. സബാനിയത്തിന്റെ മലക്കുകൾ, നരകത്തിന്റെ മലക്കുകൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലൂടെ ചങ്ങലയിൽ കെട്ടിയിട്ടൊരു മനുഷ്യനെ വലിച്ചെടുച്ചു കൊണ്ടുവരികയാണ്. അവര് തല്ലുകയാണ്, അവര് കയ്യിലിരിക്കുന്ന ചങ്ങലകൾ കൊണ്ട് തല്ലുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലൂടെ ഈ മനുഷ്യനെ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുമ്പോ ആ മനുഷ്യൻ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അല്ലാഹുവിന്റെ നബിയേ, ആരുമില്ല നബിയേ, സഹായിക്കണേ നബിയേ, രക്ഷപ്പെടുത്തണേ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ കിടന്നുകൊണ്ട് യാചിക്കുമ്പോ കാരുണ്യത്തിന്റെ പ്രവാചകനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പടച്ചവനെ, ആ പ്രവാചകൻ തന്റെ ഇരു കരങ്ങളും ഉയർത്തുകയാണ്. ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് തന്റെ ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ ദുആ ചെയ്യുന്നു, അല്ലാഹ്, ഈ ചെറുപ്പക്കാരന് പുറത്തു കൊടുക്കണേ അല്ലാഹ്, ഈ ചെറുപ്പക്കാരന് പുറത്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ദുആ ചെയ്യുമ്പോ അതാ മറുപടി വരുന്നു, നബിയേ, അവന് വേണ്ടി ദുആ ചെയ്യല്ലേ, അവന് വേണ്ടി ദുആ ചെയ്യല്ലേ, സ്വീകരിക്കില്ല നബിയേ. അങ്ങവന് വേണ്ടി ദുആ ചെയ്യണ്ട, ദുആ സ്വീകരിക്കില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്നു, പടച്ചവനെ, ഇന്നെനിക്ക് ശഫാഅത്ത് ചെയ്യാൻ അർഹതയുണ്ടല്ലോ, ആർക്ക് വേണമെങ്കിലും സ്വർഗം വാങ്ങിക്കൊടുക്കാൻ കഴിയുമല്ലോ, പിന്നെ എന്തേ അല്ലാഹ് എന്റെ ദുആ സ്വീകരിക്കാത്തത്? നബിയേ, തടയുന്ന ഒരാളുണ്ട്, അങ്ങയുടെ ശഫാഅത്തിനെ പോലും തടയുന്ന ഒരാളുണ്ട്. ആരാണെന്നറിയുമോ? പരിശുദ്ധമായ റമളാൻ. റമളാൻ മാസം ഇറങ്ങി വരികയാണ്. നാളെ അല്ലാഹുവേ പരലോകത്തേക്ക് റമളാൻ മാസം കടന്നു വരികയാ. എന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്,
അല്ലാഹുവിന്റെ നബിയേ 2 മാസക്കാലം മുമ്പ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ 2 മാസം മുമ്പേ വിളിച്ചു പറയുകയാ റമളാൻ വരുന്നുണ്ട്, റമളാൻ വരുന്നുണ്ട്. അങ്ങനെ കാത്തിരുന്ന റമളാൻ എന്ന് പറയുന്ന മാസം വന്നപ്പോ എല്ലാവരും എന്നെ ആദരിച്ചു നബിയേ, എല്ലാവരും എന്നെ ബഹുമാനിച്ചു നബിയേ, എനിക്ക് തരേണ്ട സ്ഥാനം തന്നു നബിയേ. അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ എനിക്ക് സ്ഥാനം തന്നു. നോമ്പ് പിടിച്ചു, നിസ്കരിച്ചു, ഖുർആൻ ഓതി, ദിക്റുകൾ പറഞ്ഞു, എന്നെ എല്ലാവരും ബഹുമാനിച്ചു നബിയേ. പ്രായമുള്ളവര് നോമ്പ് പിടിച്ചു, രോഗികള് നോമ്പ് പിടിച്ചു, പാല് കുടിക്കുന്ന പടച്ചവര്, പ്രായപൂർത്തിയാകാത്ത മക്കള് പോലും ഞാൻ കടന്നു വന്നപ്പോ എന്നോടുള്ള സ്നേഹം കാരണം നോമ്പ് പിടിച്ചു നബിയേ. അമുസ്ലിമീങ്ങൾ പോലും നോമ്പ് പിടിച്ചു. റമളാൻ കടന്നു വരുമ്പോ നോമ്പ് പിടിക്കുന്ന അമുസ്ലിമീങ്ങൾ അറിയുമല്ലോ, അവര് പോലും എന്നെ ബഹുമാനിച്ചു നബിയേ, അവര് പോലും എന്നെ ആദരിച്ചു നബിയേ. ഒരു സുന്നത്തിനൊരു ഫർളിന്റെ കൂലിയാണ്, ഒരു ഫർളിന് 70 ഫർളിന്റെ കൂലിയാണ്. ഓരോ ദിവസവും ലക്ഷക്കണക്കിന് പേരാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ലൈലത്തുൽ ഖദർ ഉണ്ടായിരുന്നല്ലോ, റഹ്മത്ത് ഉണ്ടായിരുന്നു, മഗ്ഫിറത്ത് ഉണ്ടായിരുന്നു, നരകമോചനമുണ്ടായിരുന്നു, സ്വർഗം ചോദിക്കാനുള്ള അവസരമുണ്ടായിരുന്നു. എന്നെ എല്ലാവരും ആദരിച്ചു, എന്നെ എല്ലാവരും ബഹുമാനിച്ചു. എന്നാ ഇവനെന്നെ പരിഗണിച്ചില്ല നബിയേ, ഇവനെന്നെ കളിയാക്കി നബിയേ, ഇവരെന്നെ നിസാരമാക്കി നബിയേ. അതുകൊണ്ട് ഇവന് വേണ്ടി ദുആ ചെയ്യരുത്. റമളാൻ മാസം അല്ലാഹുവോട് പറയുന്നു, അല്ലാ നീ ആർക്ക് പുറത്തു കൊടുത്താലും ഇവന് പുറത്തു കൊടുക്കല്ലേ അല്ലാ, ഇവനോട് കരുണ കാണിക്കല്ലേ അല്ലാ. റമളാൻ നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നിറകണ്ണുകളോട് അല്ലാഹുവോട് പറയുമ്പോ അല്ലാ കൈവിടുകയാ, അല്ലാ കൈവിട്ടാ നബിതങ്ങളും കൈവിടുകയാ. അവസാനം നരകത്തിന്റെ അടിത്തട്ടിലേക്ക് അല്ലാഹുവിന്റെ മലക്കുകൾ വലിച്ചെറിയുമെന്ന് നബിതങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോ, മോനെ ആളും തരവും നോക്കിയിട്ട് വേണം നിങ്ങളൊക്കെ കളിക്കാൻ. ഇത് റമളാനാണ്, ഇത് സാധാരണ ഒരു മാസമല്ല. ഈ റമളാനിന് ഒരാൾക്ക് സ്വർഗം വാങ്ങിച്ചു കൊടുക്കാൻ അവകാശമുണ്ട്, നരകം വാങ്ങിച്ചു കൊടുക്കാനും അവകാശമുണ്ട്. അതുകൊണ്ട് ഇത് സാക്ഷിയാണ്. ഈ റമളാൻ നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ സാക്ഷി പറയുന്ന മാസമാ. അതുകൊണ്ട് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരോട് പറയുകയാണ്, വന്നതൊക്കെ പോകട്ടെ, കഴിഞ്ഞതൊക്കെ പോകട്ടെ, ഇനിയെങ്കിലും ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തൂ. അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യൂ. ഈ മാസത്തെ ആദരിക്കൂ, ഈ മാസത്തെ ബഹുമാനിക്കൂ, ഒരുപാട് നന്മകൾ ചെയ്യൂ, ഒരുപാട് നിസ്കരിക്കൂ. എന്തെല്ലാം നന്മകൾ ചെയ്യാൻ കഴിയുമോ ഈ പുണ്യമായ റമളാനിൽ നിങ്ങൾ ചെയ്യൂ. അതുകൊണ്ട് പടച്ച റബ്ബിന്റെ സ്വർഗം കാത്തിരിക്കുന്ന ഒന്നാമത്തെ മനുഷ്യനാരാ? റമളാനിൽ നോമ്പ് പിടിക്കുന്ന മനുഷ്യനുണ്ടല്ലോ. റമളാനിൽ നോമ്പ് പിടിക്കുന്ന മനുഷ്യന് അല്ലാഹുവിന്റെ സ്വർഗം കാത്തിരിക്കുന്നു എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പെങ്ങളെ നോമ്പിന്റെ പ്രതിഫലം അല്ലാഹുവിനെ അറിയൂ. നോമ്പ് അല്ലാഹുക്കുള്ളതാണ്, നോമ്പ് അല്ലാഹുനുള്ളതാണ്. നവൈതു സൗമഗദിൻ അന്നദാഇ ഫർള് റമളാനി ഹാദിഹി സനതി ലില്ലാഹി തആല. നോമ്പ് അല്ലാഹുനുള്ളതാ, അല്ലാഹനാണ് നോമ്പ് പിടിക്കുന്നത്. അതുകൊണ്ട് നോമ്പിന്റെ പ്രതിഫലം അല്ലാഹുവിനാണ് അറിയുന്നത്. പക്ഷേ നമ്മൾ വയറ് മാത്രം നോമ്പ് പിടിക്കുന്നവരാ. നമ്മൾക്ക് നോമ്പില്ലടോ, നമ്മുടെ വയറിന് മാത്രമേ നോമ്പുള്ളൂ. കണ്ണിന് നോമ്പില്ല, വായിക്ക് നാവിന് നോമ്പില്ല, ചെവിക്ക് നോമ്പില്ല, കൈക്ക് നോമ്പില്ല, കാലിന് നോമ്പില്ല, ഹൃദയത്തിന് നോമ്പില്ല. പടച്ചവനെ, വെറുതെ പട്ടിണിയിരിക്കുന്നവരുണ്ട്, വെറുതെ പട്ടിണിയിരിക്കുന്നവർ. അള്ളാഹുവിന് വേണ്ടിയാണ് നോമ്പ് പിടിക്കേണ്ടത്. അള്ളാഹിന് വേണ്ടി നോമ്പ് പിടിച്ച അല്ലാഹ് തരും പ്രതിഫലം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ.